ചത്തോന്നറിയാൻ വന്നാണല്ലടാ. ചത്തില്ല. നീ ആ നായിന്റെ മോളെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു അറിഞ്ഞിട്ടേ ഞാൻ ചാവും. നീ ദയവായി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. എനിക്കൊന്നും കേൾക്കണ്ട. ഞാനിവിടെ ഇറങ്ങുന്നതിന് മുമ്പ് നീ ഒറ്റയ്ക്ക് അവളെ കാണിച്ചു കൊടുത്ത് കാശടിക്കാനാണ് മോഹമെങ്കില് ആ മോഹം കയ്യിലിരിക്കത്തേ ഉള്ളൂ. ഞാൻ പറയുന്ന ഒന്ന് എന്നെ തുടരുത്. നീ ഇമോഷണൽ ആവരുത്. ആവും. ഇത്രയൊക്കെ സംഭവിച്ച എനിക്ക് ഇമോഷണൽ ആകാൻ അവകാശമില്ലല്ലടാ. ഞാൻ നിന്നോട് അല്പം സീരിയസ് ആയിട്ട് സംസാരിക്കാനാണ് വന്നത്. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട. ഞാൻ അതിന് തയ്യാറല്ല. ഞാൻ പറയുന്ന ഒന്ന് നീ കേക്കണ്ട. ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് മതി ബാക്കി. എനിക്ക് പറയാനുള്ള എന്താണെന്ന് നീ ഒന്ന് കേക്ക്. വേണ്ട. ദയവായിട്ട് ഞാൻ പറയാം. എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമില്ലെന്നൊരു ചൊല്ലുണ്ട്. നീ കേട്ടിട്ടുണ്ടോ? അതിപ്പോ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. അല്ല നിന്നെ കാണാൻ വേണ്ടി വന്നല്ല. പുല്ലേ, നീ അവളെ ഏത് പാതാളത്തിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചാലും ശരി, ഞാൻ കണ്ടുപിടിക്കൂടാ. எனக்கு ஒண்ணுமே புரியலையே. உங்களுக்குள்ள என்ன தகராறு? മാങ്ങാത്തൊലി എഴുതി പോടോ. ശരി, ബാക്കി ഇവിടെ നിർത്താം. ശ്രീ പത്മനാഭ, മാണ്ഡ്രേക്കും കുടുംബവും ദുബായിലോട്ട് പോയിട്ടുണ്ട്. ദുബായിലെ മലയാളിയൊക്കെ കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. എന്ത് റഹിമേ, മാമനെ പ്രത്യേകിച്ച് കാണണമെന്ന് പറഞ്ഞത്? നിങ്ങളെ കണ്ട് എന്നെ കണ്ട് ചില കാര്യങ്ങളും നിലപാടുകളും പറയേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ചത്. ഓ മറ്റേ ചെണ്ടയുടെ കാര്യമല്ലേ? എല്ലാവർക്കും കയറി കൊട്ടിയിട്ട് പോകാനുള്ള ചെണ്ടകളാണ് ചെങ്കൊടി പിടിക്കുന്ന വനിതകളെന്ന് ആർക്കെങ്കിലും മിഥ്യാധാരണയുണ്ടെങ്കിൽ ആ മിഥ്യാധാരണ അങ്ങ് അവസാനിപ്പിച്ചേക്കണമെന്ന് പറയാനാണ് ഈ വാർത്താ സമ്മേളനം നടത്തുന്നത്. ആരടുത്ത് പറയണോന്ന് പറഞ്ഞാ മാമ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. അങ്ങനെയെന്ന് പറഞ്ഞാ എങ്ങനെ? ഏകപക്ഷീയമായി കയറി പിന്നെ കൂട്ടത്തോടെ കാരണോ? സൈബർ ആക്രമണം നടത്തിയാ പതറി ഇവരെല്ലാം അങ്ങ് വീട്ടിലിരുന്നു കൊള്ളും, ഈ പണിയെല്ലാം നിർത്തിപ്പൊക്കൊള്ളും എന്ന് ഒരാളും കരുതേണ്ടതില്ല. രാഷ്ട്രീയ ധാരണ മറക്കാതെ കൊണ്ടുവന്നിട്ടുണ്ടാ? എന്തുകൊണ്ടെന്ന കൃത്യമായ രാഷ്ട്രീയ ധാരണ ഞങ്ങൾക്കുണ്ട്. അത് വേണം. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ മേയറേയും MLA-യും താത്വികമായിട്ട് അവലോകനം ചെയ്യാൻ ഉണ്ടായ സാഹചര്യം എന്തിനാണ്? അത് അവർ ഇടതുപക്ഷമായതുകൊണ്ട് മാത്രമാണ്. ഓ അങ്ങനെയാണ്. ഒരു തെറ്റും ചെയ്യാത്തവരെ. എങ്ങനെ ഒന്നുകൂടെ പറ. ഒരു തെറ്റും ചെയ്യാത്തവരെ. അത് ശരി തന്നെ, പാവങ്ങള്. അങ്ങേയറ്റം അസഭ്യ വർഷമാണ്. ഇതിപ്പോൾ മാത്രമല്ല, ഏറെക്കാലമായി കേരളത്തിൽ ഇങ്ങനൊരു ടീം രൂപപ്പെട്ടു വന്നിരിക്കുന്നു. ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അപ്പോ ഇതിനെതിരെ നിങ്ങളും ഒരു സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നേ. സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്തും പറയാൻ, സ്വന്തം അമ്മയാണെങ്കിൽ അമ്മയെയും തെറി വിളിക്കാൻ മടിയില്ലാത്ത ഒരു സംഘം ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുകയാണ് കേരളത്തിൽ. എന്തിനാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രത്യേക നിർദ്ദേശങ്ങള്? അത് സ്ത്രീ അധിക്ഷേപമായിരിക്കാം, ചിലപ്പോൾ വർഗീയ അധിക്ഷേപമായിരിക്കാം, വർഗീയ വിഭജനമായിരിക്കാം, എന്തും ചെയ്യും. ആരെങ്കിലും സൂക്ഷിച്ച് മുഖത്ത് നോക്കിയാലാ തങ്ങൾക്കിഷ്ടമില്ലാത്ത ഏതൊരാളെയും ആക്രമിക്കും. ഈ പാവപ്പെട്ട മാമന് കുഴപ്പം വല്ലതും ഉണ്ടാറയുമേ? എടാ ഡാഷ് മോനെ നോട്ടി, എടാ പിള്ളേ റഹീമേ, നിനക്ക് ഈ കമലാസന മാമനെ അറിഞ്ഞൂടാ? ഞാൻ ഈ കൊടയെടുത്തൊരു കറക്കുണ്ടല്ലേ. ഞങ്ങളതിനെ രാഷ്ട്രീയമായി നേരിടും. ഇനി ഇവിടെ ഇരുന്നാ ഞാൻ മിക്കവാറും കൊടയെടുത്ത് കറക്കേണ്ടി വരും. എടേ, എനിക്ക് നേരമില്ല. മേയറെ കുറിച്ച് വല്ലതും പറയാനുണ്ടാ? പെട്ടെന്ന് പറ. അവർ പതറിപ്പോകത്തൊന്നുമില്ല. അവർക്ക് നല്ല ധാരണയുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രീയത്താലാണ് ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നതെന്ന നിശ്ചയമായ ധാരണ അവർക്കുണ്ട്. അത് ഞങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചു കളയാം എന്ന് കരുതുകയേ വേണ്ട. ഇതൊക്കെ ആളുകളെ ഇടയിരുന്ന് പറയാനല്ലേ ഒക്കൂ. സത്യസന്ധമായിട്ട് മനസ്സിൽ തൊട്ട് മേയറെ കുറിച്ച് എന്തരാണ് റഹീമിൻ്റെ അഭിപ്രായം? പ്രതിരോധത്തിലായപ്പോൾ അയാളെ ആംഗ്യഭാഷ കാണിച്ചു, അശ്ലീല ഭാഷ കാണിച്ചു എന്ന് ഒരു വ്യാജ പ്രതിരോധം തീർക്കുകയാണ് അല്ലേ കള്ളി മേയർ. ഇയാൾ എന്തൊരു പറയുന്നത്? മേയർക്ക് വേണ്ടി നിൽക്കുന്ന അതാ ഡ്രൈവറുടെ സൈഡാ? എനിക്ക് ഒന്നും മനസ്സിലാവണില്ലല്ലേ.
അർദ്ധരാത്രിയിൽ. അർദ്ധരാത്രിയിലെ ആരെയോട് സംസാരിച്ച ആളാ ഞാൻ. അത് ശരി. അപ്പൊ എന്തരാണ് പറഞ്ഞത്, എന്തരാണ് തീരുമാനിച്ചത്? ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾ അവരെ കാർക്കിച്ചു തുപ്പുന്നൊരു പരിസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു. ശ്രീ പത്മനാഭ, ഇനി ഇവിടെ ഇരുന്ന ഈ 90ാമത് വയതിലെ എന്നെയും യവന്മാരി യാതെങ്കിലും പെണ്ണ് കേസിൽ കൊടുക്കും. യാതെ വാ